ഇന്ത്യയെ ഭയന്ന് പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ മനസ്സിലായി പാകിസ്ഥാൻ്റെ ഒരു സ്ഥലങ്ങൾ, അതായത് മുക്കും മൂലയും പോലും ഇന്ത്യക്ക് സുപരിചിതമാണ്. അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനിൽ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ എവിടെ ചെന്നൊളിച്ചാലും, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്നൊളിച്ചാലും അതിനകത്ത് വരെ ഇന്ത്യക്ക് മിസൈൽ ഇടാനുള്ള ശേഷി ഇപ്പോൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻ മനസ്സിലായി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ എയർക്രാഫ്റ്റുകൾ ഒളിപ്പിക്കാനായി പാകിസ്ഥാൻ പുതിയ സ്ഥലങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എയർക്രാഫ്റ്റുകൾ എവിടെ ഒളിപ്പിക്കും? കാരണം കിരാണ ഹിൽസ് പോലും ഇന്ത്യ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ, കിരാണ ഹിൽസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പണുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്, ഡിസ്മാൻഡിൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോലും ഇന്ത്യ, അതിൻ്റെ തൊട്ടടുത്ത് പോലും ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തങ്ങളുടെ എയർക്രാഫ്റ്റുകൾ എവിടെ സംരക്ഷിക്കുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ വ്യോമസേന, അതായത് PAF, തങ്ങളുടെ നമ്പർ 53 എയർബോൺ ഏർലി വാർണിംഗ് സ്ക്വാഡ്രണിലെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഹോക്സ് എന്നറിയപ്പെടുന്ന ക്വറ്റയിലെ PFA ബേസ് സമുങ്ലിയിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2025 മെയ് 10 PAF ബേസ് ബൊളാരിയിൽ സ്ക്വാഡ്രൻ്റെ ആസ്തികളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടന്ന ഒരു പ്രധാന ആക്രമണത്തെ തുടർന്നാണ് ഈ തീരുമാനം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സിന്ധിൽ സ്ഥിതി ചെയ്യുന്ന PAF ബേസ് ബൊളാരി ZK-03 കാരക്കോറം ഈഗിൾ പ്ലാറ്റ്ഫോമുകളുടെയും PAFൻ്റെ നിർണായകമായ വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത്. നിയന്ത്രണ വിമാനങ്ങൾ പ്രവർത്തിക്കുന്ന നമ്പർ 53 AEW സ്ക്വാഡ്രൻ്റെ പ്രാഥമിക കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർ വ്യോമാക്രമണ സമയത്ത് തത്സമയ സാഹചര്യ അവബോധം, കമാൻഡ് നിയന്ത്രണം എന്നിവ നൽകുന്നതിന് ഈ ബേസുകൾ അത്യന്താപേക്ഷിതമാണ്. മെയ് 10 വലിയൊരു ആക്രമണം, അതൊരു തീവ്രവാദി ആക്രമണമാണെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്, അവിടെ നടന്നിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഇതുവരെ പാക് ജനതയോട് ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു എന്ന് തുറന്ന് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു, അതൊക്കെ ഒരു തീവ്രവാദി ആക്രമണമാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്തായാലും ഈ ആക്രമണത്തിൽ ബേസിന് സാരമായിട്ടുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഉയർന്ന മൂല്യമുള്ള ആസ്തികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ നിന്നും തങ്ങളുടെ എയർക്രാഫ്റ്റുകളെല്ലാം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ക്വറ്റയിലുള്ള PAF ബേസ് സമുങ്ലയിലേക്ക് സ്ക്വാഡ്രണിലെ അവശേഷിക്കുന്ന ഘടകങ്ങളെ മാറ്റാനാണ് PAF തീരുമാനിച്ചതായി പല സ്രോതസ്സുകളും സൂചിപ്പിക്കുന്നത്. AEW ആൻഡ് C ഫ്ലീറ്റിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന തുടർച്ച ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു തന്ത്രപ്രധാന നീക്കമായിട്ടാണ് ഈ സ്ഥലം മാറ്റം കണക്കാക്കുന്നത്. വിപുലമായ വിമാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്നതും സൈനിക ഇൻസ്റ്റലേഷനുകളുടെ സാമീപ്യവും അസ്ഥിരമായ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അകലെ തന്ത്രപരമായ സ്ഥാനവുമുള്ളതാൽ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് PAF ബേസ് സമുങ്ലി എന്ന് പറയുന്നത്. പക്ഷേ അത് ക്വറ്റയിലാണ്. പക്ഷേ ഈ ക്വറ്റയിലേക്ക് പാകിസ്ഥാൻ എയർഫോഴ്സ് നീങ്ങുമ്പോൾ അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതിനെ എങ്ങനെ നേരിടും എന്നുള്ളൊരു ചോദ്യവും പാകിസ്ഥാനെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു എയർബേസുകളും ഇപ്പോൾ പാകിസ്ഥാനിലില്ല എന്ന് പാകിസ്ഥാന് തന്നെ മനസ്സിലായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സമുങ്ലിയിലേക്ക് തങ്ങളുടെ എയർബേസ് മാറ്റാനുള്ള തീരുമാനം പാകിസ്ഥാൻ എടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.